ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണ്, എന്താണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ പി ഡി, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ definition: an equation containing one or more partial derivatives of an unknown function of two or more independent variables is known as partial differential equation. അതായത് ഒരു ഇക്വേഷനിൽ കണ്ടെയ്നിങ് വൺ ഓർ മോർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ആൻ അൺനോൺ ഫംഗ്ഷൻ, അതായത് ഒരു ഫംഗ്ഷൻ്റെ അൺനോൺ ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഇക്വേഷൻ, അതിൽ ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നോക്കാം. ഡോ സെറ്റ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു സെറ്റ് പ്ലസ് എക്സ് വൈ. ഇവിടെ സെറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ് ആൻഡ് എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതായത് സെറ്റ് എക്സിൻ്റെയും വൈൻ്റെയും ഒരു അൺനോൺ ഫംഗ്ഷനാണ്, അതായത് സെറ്റ് ഓഫ് എക്സ് വൈ. ഇവിടെ എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസാണ്. അതേപോലെ തന്നെ സെറ്റ് ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ്, ഇതും ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതുപോലെ ഇവിടെ 1 to 6 നമ്മൾ എഴുതിയിരിക്കുന്നതെല്ലാം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് എക്സാമ്പിൾസ് ആണ്. ഓർഡർ ഓഫ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ definition: the order of a partial differential equation is defined as the order of the highest partial derivative occur in the partial differential equation. Order of the highest derivative occurring in the partial differential equation. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ ഫസ്റ്റത്തെ ഇക്വേഷൻ എടുക്കുക. ഇവിടെ ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു സെറ്റ് പ്ലസ് എക്സ് വൈ. ഇവിടെ ഓർഡർ എത്രയാണ്? 1 ആണ്. കാരണം ഇവിടെ നമ്മൾ ഡോ സെറ്റ് ബൈ ഡോ എക്സ് ആണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കുക, ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഇവിടെ ഓർഡർ എന്താണ്? 2 ആണ്. ഈ ഇക്വേഷൻ നോക്കുമ്പോൾ ഓർഡർ 2 ആണ് വരുന്നത്. ഹയസ്റ്റ് ഓർഡർ ഒക്കറിങ് ഇൻ ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നോക്കുക. സെക്കൻഡ് ഇക്വേഷൻ, ഇവിടെ എന്താണ് ഓർഡർ? ഹയസ്റ്റ് ഓർഡർ ഓഫ് ദി ഹയസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്. ഇവിടെ ക്യൂബ് അല്ലേ, ഡോ ക്യൂബ് സെറ്റ് ബൈ ഡോ വൈ ക്യൂബ്. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷൻ്റെ ഓർഡർ എന്താണ്? 3 ആണ്. ഇനി ഡിഗ്രി ഓഫ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദ ഡിഗ്രി ഓഫ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദി ഡിഗ്രി ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വിച്ച് occurs in it after the equation has been rationalized, that is made free from radicals and fractional so far as derivatives are concerned. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രിയുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രിയുടെ ഡെഫിനേഷനാണ്. ഡിഗ്രി എന്താണ്? ഈസ് ദി ഡിഗ്രി ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വിച്ച് occurs in it after the equation has been rationalized എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഓർഡർ എന്താണ്? 1 ആണ് ഓർഡർ. ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഡോ സെറ്റ് ബൈ ഡോ വൈ. ആ 1 ഓർഡറുള്ള ഇക്വേഷനിൽ ടേമിൻ്റെ പവർ നോക്കുക. 1 അല്ലേ, സോ ഡിഗ്രി 1 ആണ്. ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓർഡർ 3 എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർഡർ 3 ഉള്ള ടേം ഏതാണ്? ഇതല്ലേ, ഓർഡർ 3 ആണ് ഇക്വേഷൻ്റെ. നമ്മൾ ഈ ടേമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓർഡർ പറഞ്ഞത്. ഹയസ്റ്റ് ഇതിനാണ് ഹയസ്റ്റ് പവറുള്ള, സോ അതിനാണ് നമ്മൾ ഓർഡർ എന്ന് പറഞ്ഞത്. ഇനി ആ ടേമിൻ്റെ പവർ നോക്കുക. ഇവിടെ പവർ എന്താണ്? 1 ആണ്. നമ്മളിവിടെ ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഡോ ക്യൂബ് സെറ്റ് ബൈ ഡോ വൈ ക്യൂബാണ്. അപ്പോൾ പവർ 1 ആയ കാരണം ഡിഗ്രി എന്താണ്? 1 ആണ്. ഇനി തേർഡ് ഇക്വേഷൻ നോക്കുക. സെറ്റ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ്. ഇവിടെ ഓർഡർ 1 ആണ്. ഇവിടെ പവേഴ്സ് ഒന്നും എടുക്കാത്ത കാരണം ഡിഗ്രി എന്താണ്? 1 ആണ്. ഈ ഇക്വേഷൻ നോക്കുക. ഇവിടെയും ഓർഡറും 1 ആണ്, ഡിഗ്രിയും 1 ആണ്. ഇനി ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ഫ്രം radicals and fractions.
സോ ആ റേസ് ടു 1/2 നമുക്ക് കളയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താകും, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഓർഡറിന് മാറ്റം വരുന്നില്ല, ഓർഡർ 2 തന്നെയാണ്. അപ്പോൾ ഈ ടേം തന്നെ ഹോൾ സ്ക്വയർ വരും. സോ ഡിഗ്രി 2 ആയിട്ട് മാറും. ഇനി ഇവിടെ നോക്കുമ്പോൾ ഓർഡർ 1 ആണ്. ഈ ഡോ സെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ കണ്ടിട്ട് ഓർഡർ 2 ആണെന്ന് ചടിക്കല് പറയരുത്. ഇവിടെ ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ്, ഡോ സെഡ് ബൈ ഡോ വൈ ആണ്. സോ ഓർഡർ 1 ആണ്, ഡിഗ്രി എന്താണ്, 2 ആണ്. ഇനി എന്താണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ PDE നോക്കാം. ഡെഫിനിഷൻ: എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് സെഡ് ടു ബി ലീനിയർ if the dependent variable and its partial derivatives occur only in the first degree and are not multiplied. A partial differential equation which is not linear is called a non-linear partial differential equation. അതായത് ഇപ്പോൾ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു, അതിലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതേപോലെ തന്നെ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഫസ്റ്റ് ഡിഗ്രിയിലായിരിക്കണം. അതായത് ഇപ്പോൾ സെഡും ഡോ സെഡ് ബൈ ഡോ എക്സും അതിൽ രണ്ട് ടേംസാണ്. ഈ സെഡും ഡോ സെഡ് ബൈ ഡോ എക്സും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല, സെഡ് സ്ക്വയർ എടുക്കാൻ പാടില്ല, ഡോ സെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ എടുക്കാൻ പാടില്ല. അങ്ങനെ നോക്കാം. ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കാം. ഇത് ലീനിയർ ആണ്, കാരണം ഇവിടെ സെഡും ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈ ഒന്നും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ എല്ലാറ്റിൻ്റെയും പവർ 1 ആയിട്ടാണ് നിൽക്കുന്നത്. സോ ലീനിയർ ആണ്. അതേപോലെ തന്നെ തേർഡ് ഇക്വേഷൻ ലീനിയർ അല്ല, കാരണം ഇവിടെ സെഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, ഡോ സെഡ് ബൈ ഡോ എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അത് രണ്ടും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇത് ലീനിയർ അല്ല. ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കുമ്പോൾ ഇവിടെ സ്ക്വയർ എടുത്തിട്ടുണ്ട്, ഡോ സെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ അത് ലീനിയർ അല്ല, നോൺ ലീനിയർ ആണ്. ഇനി ഫോർത്ത് ഇക്വേഷൻ എടുക്കുമ്പോൾ അത് ലീനിയർ ആണ്. ഇവിടെ XY Z ആയതുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല, കാരണം എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ടേംസും മാത്രം നോക്കിയാൽ മതി. ഇനി ഇത് ലീനിയർ ആണ്. ഇനി എന്താണ് ഫിഫ്ത്ത് ഇക്വേഷൻ? ഇവിടെ നമ്മൾ റേസ് ടു 1/2 എടുത്തിട്ടുണ്ട്. സോ ഇതെന്താണ്, നോൺ ലീനിയർ ആണ്. ഇനി സിക്സ്ത്ത് നോക്കുമ്പോൾ y ഡോ സെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ, ഇവിടെ നോക്കുക ഹോൾ സ്ക്വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോൺ ലീനിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ താങ്ക് യു.